ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എങ്ങും നോമ്പ് തന്നെയാണ് സംസാര വിഷയങ്ങൾ. നോമ്പ് തുറക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കുന്ന കോർപ്പറേഷൻ ഉൾപ്പെടെ ചർച്ചയിൽ നിറയുകയാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് ബസ്സുകാര് നിർത്തിക്കൊടുക്കുന്നു, നോമ്പ് തുറക്കാനുള്ള സൗകര്യം ഒരുക്കുന്നു, അച്ഛനും മോനും നോമ്പ് തുറക്കുന്നു, ഹൈന്ദവ വിശ്വാസികൾ ക്രൈസ്തവ വിശ്വാസികളൊക്കെ നോമ്പെടുക്കുന്നു. അങ്ങനെ അള്ളാഹു എന്തൊക്കെയോ അവർക്ക് അടുത്ത വർഷവും വാരിക്കോരി കൊടുക്കുന്നത് കൊണ്ട് ഇനിയും എനിക്ക് നൽകിയാൽ അടുത്ത വർഷം ഇനി ഞാൻ നോമ്പ് പിടിക്കാമെന്ന് പറയുമ്പോൾ അള്ളാഹു ചിന്തിക്കുന്നത് BJP-യിലേക്ക് പുതിയതായിട്ട് കടന്നു വരുന്ന ആളുകൾക്ക് അംഗീകാരം കൊടുക്കുന്നത് പോലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ നോമ്പാണ് അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ടത്. പട്ടിണിയിരുന്ന് അനുഭവിക്കട്ടെ എന്നായിരിക്കും. എന്തായിരുന്നാലും അവർക്കാണ് അള്ളാഹു വാരിക്കോരി കൊടുക്കുന്നത്. പാരമ്പര്യമായി നോമ്പ് പിടിക്കുന്ന ആളുകളെ, BJP-യിലുള്ള ആളുകളെ BJP-ക്കാർ തഴയുന്നത് പോലെ അള്ളാഹു സമർത്ഥമായി തഴയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോമ്പെന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു മാസം കൊണ്ടു നടക്കുന്ന ഒരു ഭക്ഷണ ഉത്സവം എന്നതിൽ കവിഞ്ഞ് എന്തെങ്കിലും നന്മ സമൂഹത്തിനോ വ്യക്തിക്കോ രാജ്യത്തിനോ കുടുംബത്തിനോ ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തന്നെയുമല്ല, അവരെ കൂടി വിഷമിപ്പിക്കുന്നുമുണ്ട്. കാരണം ഒരു പക്ഷേ പട്ടിണിയിൽ കഴിയുന്നവരായിരിക്കും അടുത്ത വീട്ടിലുള്ളവര്. ഇവരെ ഇറച്ചി മീനും ഇല്ലാതെ, അതുപോലെ വൈകിട്ട് എണ്ണക്കടികളില്ലാതെ ഒരു നോമ്പ് പോലും ഇവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നില്ല. മറ്റു മാസങ്ങളേക്കാൾ ഭക്ഷണത്തിനു വേണ്ടി ചെലവാക്കുന്ന പണം പറയാനില്ല. എമ്പാടും ഫ്രൂട്ട്സുകളും ഇറച്ചിയും മീനും ഇങ്ങനെ ഭക്ഷണത്തിനു വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ഒരു മാസമായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. തന്നെയുമല്ല, എല്ലാ മാസങ്ങളേക്കാൾ കൂടുതൽ ചെലവുമാണ്. സാധാരണ ആളുകൾക്ക് പോലും താങ്ങാൻ സാധിക്കാത്ത രൂപത്തിൽ അവരും നോമ്പായതുകൊണ്ട് ഇറച്ചിയും മീനും ഫ്രൂട്ട്സും മറ്റ് എണ്ണക്കടികളും ഒക്കെയായി അവർക്കും ഈ നോമ്പുത്സവം ഭക്ഷണ ഉത്സവമാക്കി മാറ്റാൻ നിർബന്ധിതരായിരിക്കുന്നു. കൊച്ചു വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് വെട്ടി വിഴുങ്ങുന്നത് മാത്രമല്ല, സന്ധ്യയ്ക്കും അതുപോലെ. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ നേരം പുലരുവോളം തീറ്റി തന്നെ. ഭക്ഷണത്തിന് മാത്രം മുൻകാല പ്രാബല്യത്തോടെ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയെന്നല്ലാതെ എന്തെങ്കിലും ഒരു നന്മ ഈ പട്ടിണി ഇരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മക്കളില്ലാത്തവരുണ്ട്, മാതാപിതാക്കളില്ലാത്തവരുണ്ട്, മാറാരോഗങ്ങളുള്ളവരുണ്ട്, കടബുദ്ധിമുട്ടുകൾ കടബാധ്യതകളുള്ളവരുണ്ട്. ഇവരുടെയൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അറിയാൻ അവരെ പോലെ നമ്മൾ നിൽക്കാൻ തുടങ്ങിയാൽ മാതാപിതാക്കളെ ഒക്കെ കൊല്ലേണ്ടി വരും. ഇനി വിശപ്പിന്റെ വേദന അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് ഇവർ പടം വിടുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഒരല്പം താമസിക്കുന്നവർക്ക് തന്നെ അറിയാം വിശപ്പിന്റെ വേദന. നാട് വിട്ടു മാറി നിൽക്കുന്നവർക്കറിയാം വീടുമായിട്ടുണ്ടാകുന്ന സാന്നിധ്യം സാമീപ്യം എത്രമാത്രമായിരുന്നു. മാതാപിതാക്കൾ തമ്മിൽ സഹോദരങ്ങൾ തമ്മിലൊക്കെ എന്തായിരുന്നു എന്ന് അവർക്കറിയാം. അപ്പോ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തന്നെയുമല്ല, നമ്മൾ ഈ പട്ടിണി ഇരിക്കുന്നത് കൊണ്ട് പട്ടിണി പാവങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സന്തോഷം ഉണ്ടാകുന്നുണ്ടോ? അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ ചുറ്റുപാടിലോ ഉള്ള ഏതെങ്കിലും ഒരാളുടെ പട്ടിണി ഇതുകൊണ്ട് മാറുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം, ഒരു മതം, അതിന്റെ ആചാരം, അതിന്റെ വിശ്വാസം, അതിന്റെ അനുഷ്ഠാനം കൊണ്ട് ഒരാൾക്കെങ്കിലും സമൂഹത്തിൽ ഗുണമുണ്ടെന്ന് പറയാമായിരുന്നു. ഈ പട്ടിണി ഇരിക്കുന്നത്, അതായത് 11-15 മണിക്കൂർ പട്ടിണി ഇരിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ലെന്ന് മാത്രമല്ല, ഏതൊക്കെയോ വിഭവസമൃദ്ധമായ സ്വാദിഷ്ടമായ തീന്മേശ നിറയെയുള്ള ഭക്ഷണം പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് എൻ്റെ കുട്ടി 3 വയസ്സേ ഉള്ളൂ, 4 വയസ്സേ ഉള്ളൂ, നോമ്പ് പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് എന്തോ വലിയ ബെനിഫിറ്റ് ആണെന്നാണ് ഇവർ പറയുന്നത്. ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ മക്കൾ വിശന്നിരിക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർ വിശന്നിരുന്നാൽ അതിനേക്കാൾ ഏറെ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹമുള്ള രക്ഷിതാവാണെങ്കിൽ മക്കളെ പട്ടിണിക്കിടാതെയാണ് നോക്കേണ്ടത് രക്ഷിതാക്കള്. അതുപോലെ ഇനി മോളിലുള്ള രക്ഷിതാവിനെ കുറിച്ചിട്ടാണെങ്കിലും അതെ, ഈ 10-15 മണിക്കൂർ മനുഷ്യനെ ഇങ്ങനെ ഒരു വെയിലില് ഭക്ഷണവും വെള്ളവും ഒക്കെ നിഷേധിച്ചിട്ട് ഞാൻ നിനക്ക് നാളെ മന്തി ബിരിയാണി തരാം, ഞാൻ നിനക്ക് നാളെ അതിലേറെ നല്ല സർബത്ത് ജ്യൂസ് തരാമെന്നൊക്കെ പറയുന്നതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. തൻ്റെ സൃഷ്ടികളോട് പട്ടിണി കിടന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളിലൊക്കെ നന്ദി പറയുമ്പോൾ അത് ഒരു സാഡിസ്റ്റ് മനോഭാവമുള്ള ഒരു സൃഷ്ടാവിനല്ലാതെ സാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനുഷ്യനോ മാനവികതയ്ക്കോ മുൻതൂക്കം നൽകി ജീവിക്കുന്ന ഒരു സമൂഹത്തില് ഇങ്ങനെയുള്ള ദൈവങ്ങളെ ഉൾക്കൊള്ളാൻ സാധാരണക്കാരായ മനുഷ്യന് പ്രയാസം തന്നെയായിരിക്കും. വിവരവും വിദ്യാഭ്യാസവും പൊതുബോധവുമുള്ള
യുക്തിചിന്ത കൊണ്ട് കാര്യങ്ങളെ വീക്ഷിച്ചറിയാൻ സാധിക്കുന്ന ഏതൊരാൾക്കും ഇങ്ങനെ ഒരു പടച്ചോനെ ഉൾക്കൊള്ളാൻ പറ്റുമോ? എനിക്കറിയില്ല. നമ്മൾ തന്നെ പട്ടിണി കിടക്കുന്നു, നമ്മൾ തന്നെ വാരി വലിച്ചു തിന്നുന്നു. ഭക്ഷണത്തിന്, ഫ്രൂട്ട്സിന്, ഇറച്ചിക്കൊക്കെ ആ മാസം നന്നായിട്ട് വിലയും വർദ്ധിക്കുന്നു. പിന്നെ ഇതിനകത്ത് എന്ത് തരത്തിലുള്ള നന്മയാണുള്ളത് എന്നറിയില്ല. പട്ടിണി ആരുടെയെങ്കിലും മാറുന്നുണ്ടോ? ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നു, എൻ്റെ വീട്ടിലുള്ള ഭക്ഷണം അതല്ലെങ്കിൽ ഉണ്ടാക്കി കുറച്ചും കൂടി നല്ല രൂപത്തിൽ ഞാൻ തിന്നുന്നു എന്നതിൽ കവിഞ്ഞ് എന്ത് ഗുണമാണ് ഇതുകൊണ്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് അള്ളാഹു ഒരു ഭീകരനോ ഒരു ദുഷ്ടനോ ഒരു സാഡിസ്റ്റോ ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കൃത്യമായിട്ട് ഏതൊരു മനുഷ്യനും ഈ നോമ്പിന്റെ വിഷയത്തിൽ തന്നെ മനസ്സിലാകും. ഇനി അതിനും മനസ്സിലാകാത്ത ആളുകൾക്ക് ബലി പെരുന്നാളും കൂടി ഒന്ന് കൂട്ടിച്ചേർത്താൽ മതി. അതായത് ഏതെങ്കിലും ഒരു രൂപത്തില് ഒരു മനുഷ്യന് ഈ നോമ്പ് കൊണ്ട് ഗുണമുണ്ട് എന്ന് തെളിയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പലരും പറയും, ചില ഡോക്ടർമാരാണെന്ന് പറഞ്ഞ ആദ്യത്തെ 10 ദിവസം കൊഴുപ്പില്ലാതാകും, അടുത്ത 10 ദിവസം നോർമലിലേക്ക് മനുഷ്യൻ വരും, വയറ് പൂർണ്ണത്തടി മാറും, അത് ചെയ്യും ഇത് ചെയ്യും. പിന്നെ അലക്സാണ്ടർ ജേക്കബിന്റെ ആണെങ്കിൽ പെരിറ്റോണിയം പൊട്ടും, അതിനകത്തുനിന്ന് കുടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു എൻസൈം പുറത്തു വരും, അങ്ങനെ മനുഷ്യന് ഭയങ്കരമായ രോഗപ്രതിരോധ ശക്തി കിട്ടും. ഇതൊക്കെ അശാസ്ത്രീയമായി ഈ നോമ്പിനെ ന്യായീകരിക്കാൻ വേണ്ടി ചില ആളുകൾ ഇങ്ങനെയൊക്കെ ഓരോ വെള്ളം ചേർത്ത് കള്ളക്കഥകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ലാതെ കൃത്യമായ രൂപത്തിൽ ശാസ്ത്രീയമായി നോമ്പിന്റെ ഗുണങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാലങ്ങളായി മുസ്ലിങ്ങൾ അതിന് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടന്നു വരുന്നില്ല. ഡോക്ടർമാരും ഉസ്താദുമാരും ചില കപട ശാസ്ത്രീയതമാരും അങ്ങനെയൊക്കെ കപട ശാസ്ത്രീയതയുമായി നടക്കുന്ന കുറച്ച് ആളുകളും ഒക്കെ ഇതിന്റെ മുന്നണി പോരാളികളാണ്. ഓരോ നോമ്പ് കാലത്തും അതിനുശേഷവും നോക്കിയാൽ നമുക്കറിയാം, ഏത് ആശുപത്രികൾ വേണമെങ്കിലും പരിശോധിച്ചോ അതിനകത്ത് അഡ്മിറ്റ് ആകുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. കാരണം ഒന്നാമത്തെ കാര്യം അസിഡിറ്റി പോലെ, പിന്നെ ഈ ഷുഗർ പേഷ്യന്റ് അവരൊക്കെ പിന്നെ എന്ത് ചെയ്യണം? അങ്ങനെയാണെങ്കിൽ ഈ ഹോസ്പിറ്റലുകളിൽ മുസ്ലിങ്ങൾ വരാൻ പാടില്ലല്ലോ. അവർക്ക് ഈ നോമ്പൊക്കെ പിടിച്ചിട്ട് ഈ പെരിറ്റോണിയം പൊട്ടി ഒരു എൻസൈം പുറത്തു വന്ന് വളരെ വലിയ രോഗപ്രതിരോധ ശക്തി ഉണ്ടാവേണ്ടതല്ലേ? പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ആഗോള തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ് ഈ നോമ്പിന് ശേഷം ആശുപത്രികൾ അഡ്മിറ്റ് ആകുന്നത് വ്യത്യസ്തമായ രോഗങ്ങളാൽ. പിന്നെ ആകെ ഉള്ളതിന്റെ ഒരു സമാധാനം തള്ളിമറിക്കലുകൾക്ക് കുറവില്ല എന്നുള്ളതാണ്. ഇസ്ലാമില് എല്ലാ വിഷയത്തിലും ശാസ്ത്രം തിരികെ കയറ്റുന്ന ആളുകള് പലപ്പോഴും ബലിപെരുന്നാളിന്റെ വിഷയത്തിലൊക്കെ പൊട്ടിപ്പോയി. അവർക്ക് സാധിക്കുന്നില്ല. അതായത് ഇതിനൊന്നും വാസ്തവമില്ല എന്നതാണ് യാഥാർത്ഥ്യം. നോമ്പ് ഭക്ഷണം ഉപേക്ഷിക്കുക എന്നതിലുപരി ഇവര് മതനിരാസത്തിലേക്കാണ് പോകുന്നത്. അതായത് ദൈവനിരാസത്തിലേക്ക്. മതം ഉപേക്ഷിക്കാൻ തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ ആദ്യം തന്നെ ചിന്തിച്ചിരുന്നു, ഞാൻ ഈ 5 നേരം ഉച്ചയും കുത്തി മറിയുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ? ഞാൻ പട്ടിണിയിരിക്കുന്നു, ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ? ലക്ഷങ്ങൾ ചിലവാക്കി ഞാൻ ഹജ്ജിന് പോകുന്നു, ആർക്കാണ് ഗുണം? എന്റെ കയ്യിൽ 1 കോടി രൂപ തന്നിട്ട് അതിന്റെ 2.5% പിച്ചത്തുട്ട് സാധാരണക്കാരന് നൽകാൻ അള്ളാഹു പറയുമ്പോൾ അള്ളാഹുവിന്റെ നീതിബോധം എന്താണ്? ഞാനൊക്കെ നോമ്പ് പിടിക്കുന്ന കാലത്തും കൂട്ടുകാരെല്ലാവരും കൂടെ കൂടി ചേർന്ന് വെള്ളം കുടിക്കുകയും ഇന്നുമുണ്ടത് കുട്ടികളല്ലേ, ചാമ്പയ്ക്കയും പേരയ്ക്കയും ഒക്കെ കായ്ക്കുന്ന സമയം ഏതാണ്ട് നോമ്പുകാലമാണ്. എല്ലാവരും അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ സ്കൂളില് പോയി കഴിഞ്ഞാൽ ഏറ്റവും പുറകിലത്തെ ബെഞ്ചിൽ നോമ്പ് കുട്ടിയാണ്, അത് കിടന്നുറങ്ങിക്കോട്ടെ. ഇങ്ങനെ ഭക്ഷണവും വെള്ളവും ഒന്നും കുടിക്കാതെ കുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കുകയും രോഗികളോട് പോലും കരുണ കാണിക്കുന്നില്ല. നോമ്പെടുത്ത് കാർ ഓടിക്കുന്ന സമയത്ത് മനുഷ്യൻ മയങ്ങിപ്പോയിട്ട് എത്രയെത്ര മരണങ്ങൾ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ പലപ്പോഴും നമുക്കറിയുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. ഇത് പിന്നെ ഡോക്ടർമാര്, അതുപോലെ ഉസ്താദന്മാര്, മതപുരോഹിതന്മാര് പറയുന്നതെല്ലാം തൊള്ള തൊടാതെ വിഴുങ്ങുന്നവർക്ക് പറ്റും. കൊറോണ വന്ന സമയത്ത് നമ്മുടെ ഫൈസി കൂടത്തായി, അദ്ദേഹം എന്താ പറഞ്ഞത്? നാസർ ഫൈസി കൂടത്തായി, നബിയുടെ പ്രകീർത്തനങ്ങൾ പറഞ്ഞാൽ മതി, പാരായണം ചെയ്താൽ മതിയെന്ന. അപ്പൊ ഇങ്ങനെ നോമ്പിന്റെ ശാസ്ത്രീയതകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതൊരു വട്ടപൂജ്യമാണ് എന്ന്. നന്ദി.